എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിലെ ദയനീയ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ ശുഭ്മാൻ ഗിൽ രണ്ടാം ടെസ്റ്റിനു മുന്നോടിയായി 5 വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാധകരെ അമ്പരപ്പിക്കുന്ന താരങ്ങളെയാണ് ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ തോൽവിക്ക് ശേഷം ടീം ഇന്ത്യയുടെ നായകൻ ശുഭ്മാൻ ഗിൽ എന്തുകൊണ്ടാണ് ഈ 5 പ്രമുഖ കളിക്കാരെ ടീമിൽ നിന്ന് പുറത്താക്കിയതെന്നും ഇവർക്ക് പകരം ആർക്കൊക്കെയാണ് അവസരം ലഭിച്ചതെന്നും നമുക്ക് വിശദമായി നോക്കാം. എന്നാൽ അതിനു മുമ്പ് ഇന്ത്യൻ ടീമിന് രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് പകരം വീട്ടാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ടീമിലെ ചില ബാറ്റ്സ്മാൻമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ചില ബാറ്റ്സ്മാൻമാരും ബൌളർമാരും വളരെയധികം നിരാശപ്പെടുത്തി. ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീമിന് എല്ലാ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതിനാൽ ടീം ഇന്ത്യയുടെ നായകൻ ശുഭ്മാൻ ഗിൽ ഒരു വലിയ തീരുമാനമെടുക്കുകയും രണ്ടാം ടെസ്റ്റ് മത്സരത്തിന് മുമ്പായി 5 പ്രമുഖ കളിക്കാരെ ടീമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇത് ഇംഗ്ലണ്ടിനെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തമായ പ്ലേയിങ് 11നെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പുറത്തായത് കരുൺ നായരാണ്. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ നായർക്ക് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹത്തിന് പകരം യുവതാരം വൈഭവ് സൂര്യവംശിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുവ ബാറ്റ്സ്മാൻ ഈ പരമ്പരയിൽ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചേക്കും. ആഭ്യന്തര ക്രിക്കറ്റിലും അണ്ടർ 19 തലത്തിലും വൈഭവ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാങ്കേതികതയും മനോഭാവവും കോച്ചിംഗ് സ്റ്റാഫിനെ ഏറെ ആകർഷിച്ചു. യുവ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗിൽ അദ്ദേഹത്തിന് അവസരം നൽകിയതിലൂടെ വ്യക്തമാക്കുന്നു. മധ്യനിരയിൽ നിന്ന് റൺസ് നേടാൻ വൈഭവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇംഗ്ലണ്ടിലെ കഠിനമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം എങ്ങനെ പ്രകടനം നടത്തുമെന്ന് കണ്ടറിയണം. ടീമിൽ നിന്ന് പുറത്താക്കിയ രണ്ടാമത്തെ താരം സായി സുദർശനാണ്. ആദ്യ ഇന്നിംഗ്സിൽ സുദർശന് തന്റെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം ഇന്നിംഗ്സിലും കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനാൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കി സർഫറാസ് ഖാന് അവസരം നൽകിയിരിക്കുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ സർഫറാസ് റൺസിന്റെ മലവെള്ളപ്പാച്ചിൽ തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥിരതയും സാങ്കേതികതയും കണ്ട് ആരാധകർ അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിൽ കാണാൻ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഗിൽ അദ്ദേഹത്തിന് അവസരം നൽകി തന്റെ പ്രതിഭയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. മധ്യനിരയിൽ ഒരു മികച്ച ബാറ്റ്സ്മാനായി സർഫറാസിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ ടെസ്റ്റ് പരമ്പരയായിരിക്കാം. അത് മുതലാകാൻ അദ്ദേഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിലെ മൂന്നാമത്തെ വലിയ മാറ്റം ഷാർദുൽ താക്കൂറിനെ പുറത്താക്കിയതാണ്. ഷാർദുൽ താക്കൂർ ഒരു ഓൾറൗണ്ടർ ആണെങ്കിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ബാറ്റിംഗിലോ ബൌളിംഗിലോ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കി ചൈനാമാൻ ബൌളർ കുൽദീപ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കുൽദീപിന്റെ വൈവിധ്യവും ഗൂഗിളിയും ഇംഗ്ലണ്ടിലെ ബാറ്റ്സ്മാൻമാർക്ക് വലിയ ഭീഷണിയാകും. അദ്ദേഹത്തിന്റെ ബൌളിംഗിൽ ഫ്ലൈറ്റും ടേണുമുണ്ട്. ഇത് ടെസ്റ്റ് ക്രിക്കറ്റിൽ വിക്കറ്റുകൾ നേടുന്നതിന് അത്യാവശ്യമാണ്. കുൽദീപിന്റെ അനുഭവ സമ്പത്തും ജഡേജയുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടും ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗിനെ കുഴപ്പത്തിലാക്കും. കൂടാതെ ഇംഗ്ലണ്ടിനെതിരായ കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ കുൽദീപ് യാദവ് ബാറ്റ് കൊണ്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യൻ ടീമിനെ കൂടുതൽ ശക്തമാക്കും. ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് 11ൽ സംഭവിച്ച നാലാമത്തെ വലിയ മാറ്റം പ്രസിദ്ധ് കൃഷ്ണയെ പുറത്താക്കിയതാണ്. പ്രസിദ്ധ് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ വിക്കറ്റ് നേടിയെങ്കിലും T20 ക്രിക്കറ്റ് പോലെ റൺസ് വഴങ്ങുകയായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ പുറത്താക്കി ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടർ നിതീഷിന് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം മത്സരത്തിൽ അവസരം നൽകാൻ തീരുമാനിച്ചു. അടുത്തിടെ നടന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നിതീഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ബൌളിംഗും ബാറ്റിംഗും എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ കഠിനമായ പിച്ചുകളിൽ അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നു. നിതീഷിന്റെ വേഗതയും സ്വിംഗും ഇംഗ്ലണ്ടിൽ ഫലപ്രദമാകും. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ലോവർ ഓർഡറിന് ശക്തി നൽകും. ഇതുകൂടാതെ പേസ് ബൌളർ മുഹമ്മദ് സിറാജും ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത് ഇന്ത്യൻ ടീമിന് ആദ്യ മത്സരം തോൽക്കാൻ കാരണമായി. അതുകൊണ്ട് അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കി പേസ് ബൌളർ അർഷ്ദീപ് സിംഗിനെ ടീമിൽ ഉൾപ്പെടുത്തി. ഏകദിനത്തിലും T20യിലും അർഷ്ദീപ് തന്റെ ബൌളിംഗ് കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വിംഗും വേഗതയും ടെസ്റ്റ് ഫോർമാറ്റിലും ഫലപ്രദമാകും. പുതിയ പേസ് ബൌളർമാരെ പരീക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗിൽ അദ്ദേഹത്തിന് അവസരം നൽകിയതിലൂടെ വ്യക്തമാക്കുന്നു. ഇത് അർഷ്ദീപിന്റെ ആദ്യ ടെസ്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗിനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കും. എന്നാൽ ശുഭ്മാൻ ഗിൽ ഉണ്ടാക്കിയ ഈ ഇന്ത്യൻ ടീം നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നുന്നുണ്ടോ, അതോ ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.